എൻട്രിയുടെ LP-UP മിഷൻ 3.0 സ്റ്റാർട്ട് ചെയ്തു. അതിനൊപ്പം തന്നെ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സയൻസിൻ്റെ ചോദ്യപ്പെട്ടി നമ്മൾ ആരംഭിക്കും ഈ മിഷൻ 3.0യുടെ ഭാഗമായിട്ട് എന്ന്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു തുടക്കം ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് സയൻസിൻ്റെ ചോദ്യപ്പെട്ടി, എന്താണ് ഈ ക്ലാസ് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. ചോദ്യപ്പെട്ടിയിലൂടെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിലെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാ ചാപ്റ്ററുകളെയും അരിച്ചു പിറക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ള കണ്ടൻറ്റിനെ കൂടി റെഫറൻസിനായിട്ട് ഉൾപ്പെടുത്തും. അതായത് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനൊപ്പം തിയറി ഒരിക്കൽ കൂടി പഠിക്കാനുള്ള അവസരമാണ് ചോദ്യപ്പെട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ സിലബസ് പ്രകാരമുള്ള സയൻസ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് കൃത്യമായ ഓർഡറിൽ ലഭ്യമാവുകയും ചെയ്യും. ചോദ്യപ്പെട്ടി നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, നിങ്ങൾക്ക് HSA ഫിസിക്കൽ സയൻസ് എടുത്തിട്ടുള്ളവർക്കാണ് അറിയാം, +2ൻ്റെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു സക്സസ്ഫുള്ളായിട്ട്. ഏറ്റവും എഫക്റ്റീവായിട്ട് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്ന് ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണത്തെ LP-UPയിൽ സൈക്കോളജിക്ക് വേണ്ടിയിട്ടും നമ്മൾ ചോദ്യപ്പെട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച, ഈ 2എണ്ണത്തിൻ്റെ വിജയം നൽകിയ ആ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ LP-UPക്കും ഒപ്പം തന്നെ കേരള PSCയുടെ ഏത് എക്സാമുകളിലും സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിനപ്പുറം ഒന്നും വരില്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം എല്ലാ കണ്ടന്റുകളെയും അരിച്ചു പറക്കി നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ചോദ്യപ്പെട്ടി നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കണം. എങ്ങനെയാണ് നമ്മൾ ഇനി ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതെന്നുള്ള ഫീഡ്ബാക്സ് അറിയിക്കണം. ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ഉറപ്പായി നിങ്ങൾ മൊത്തം കാണണം. മുഴുവൻ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇനി പറയുന്നില്ല, നമ്മൾ ചോദ്യപ്പെട്ടി തുടങ്ങി വെക്കാൻ പോവുകയാണ്. 5ാം ക്ലാസ്സിൻ്റെ നമ്മുടെ സ്റ്റേറ്റ്സ് SCERTയുടെ 5ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ചിലപ്പോൾ സയൻസൊക്കെ പഠിച്ച ആൾക്കാർക്ക് അയ്യോ ഇത് വളരെ ചെറിയ സാധനമാണല്ലോ എന്നൊക്കെ തോന്നും. ആ തോന്നലൊക്കെ അങ്ങ് എടുത്ത് മാറ്റി വെച്ചേക്ക്. 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ മുതൽ 10ാം ക്ലാസ്സിൻ്റെ അവസാനത്തെ ചാപ്റ്റർ വരെ എത്തുന്ന സമയത്താണ് നിങ്ങളുടെ പഠനം പൂർണ്ണതയിലെത്തുക. അതൊരു വലിയ പ്രോസസ്സാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ചെറുതിൽ നിന്ന് തുടങ്ങാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. നമ്മുടെ സിലബസിനകത്തുള്ള കണ്ടന്റ് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിനും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ചോദ്യപ്പെട്ടിയുടെ പാർട്ട് 1 സ്റ്റഡി 5 ചാപ്റ്റർ 1നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്നതാണ്. ആഹാര ശൃംഖലാജാലം, അത് കരയിലും കടലിലും ഒക്കെ എങ്ങനെയാണ്, അതുപോലെ സസ്യങ്ങൾ പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ വളരെ ജനറൽ ആയിട്ടുള്ള എന്നാൽ മുൻപോട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളുടെ അടിത്തറയാവുന്ന ടോപ്പിക്കായിട്ടാണ് ഇത് കിടക്കുന്നത്. ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ചോദ്യപ്പെട്ടി സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യ ചാപ്റ്ററുകളൊക്കെ പ്രധാനമായിട്ടും ബയോളജിയാണ് ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള ടേംസ് അടക്കം നന്നായി പഠിച്ചിട്ട് പോവുക. നല്ലപോലെ നിങ്ങൾക്കത് എക്സാമിൽ യൂസ്ഫുൾ ആകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ ആദ്യത്തെ ചോദ്യം, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ആരാണ് എന്നുള്ളതാണ്. സ്രാവ്, ചെറുമീനുകൾ, കടലാമ, സസ്യപ്ലവകം. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകൾ മാത്രമാണ്. അതിനൊപ്പം തന്നെ അഡീഷണൽ റീഡിങ്ങിനായിട്ട്, അഡീഷണൽ കണ്ടന്റായിട്ട് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് ഈ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകരായിട്ട് അറിയപ്പെടുന്നത് എന്നത് നിങ്ങൾക്കറിയാമോ? ഓപ്ഷൻ D ആണ്, സസ്യപ്ലവകം അല്ലെങ്കിൽ പ്ലവകങ്ങൾ എന്ന് പറയാം. നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളാണ്. അതായത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ഈ പറയുന്ന പ്ലവകങ്ങൾ. സസ്യപ്ലവകമെന്നോ അല്ലെങ്കിൽ പ്ലവകങ്ങളെന്നോ വിളിക്കാം. പ്ലവകങ്ങളെന്നോ ഓപ്ഷൻ വന്നാലും ശരിയാണ്. എന്താണെന്ന് മനസ്സിലായല്ലോ? നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരു വാക്കായിരിക്കും, നോട്ട് ചെയ്തിടുക. അത് ആ ഒരു ആദ്യത്തെ പേജുകളിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ അത് മാത്രമാണ്. എന്നാൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ആദ്യ ഭാഗത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കൺസെപ്റ്റുകൾ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബും ഉണ്ട്, ഫുഡ് ചെയിനും ഉണ്ട് കേട്ടോ. അതായത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ജീവികളുടെ പരസ്പര ബന്ധം അറിയപ്പെടുന്നത് ആഹാര ശൃംഖലാജാലം എന്നാണ്. താഴെ കാണിച്ചിരിക്കുന്ന ഒരു ആഹാര ശൃംഖലാജാലമാണ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ കാണാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റും അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഹോംവർക്കായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് തന്നിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്ന് കിട്ടും. അതിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകൾ മുമ്പോട്ട് പോവുക, ഓരോ ചാപ്റ്ററുകൾ മുമ്പോട്ട് പോവുക.
അപ്പോൾ അവിടെ സസ്യങ്ങൾ, ചെറുമീനുകൾ, പുൽച്ചാടി, പുഴു പോലുള്ള സാധനങ്ങളെ സസ്യങ്ങളെ തിന്നുമ്പോൾ ചെറുമീനുകളെ വലിയ മീനുകൾ തിന്നും, അതിനെ കൊക്ക് തിന്നും. അല്ലെങ്കിൽ ചെറുമീനുകളെ തവള തിന്നും, അതിനെ കൊക്ക് തിന്നുന്നു. അല്ലെങ്കിൽ പുൽച്ചാടിയെ തവള തിന്നുന്നു, കൊക്ക് തിന്നുന്നു. പുഴുവിനെ പക്ഷി തിന്നുന്നു, അല്ലേ? അപ്പോൾ ഇതെല്ലാം പല ആ ഒരു കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ പല ജീവജാലങ്ങൾ തമ്മിൽ ഈ ആഹാരത്തിനായിട്ടുള്ള ആ ഒരു ആശ്രയം നിലനിൽക്കുന്നുണ്ട്. ആ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല ജാലം എന്ന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ താഴേക്ക് നോക്കൂ, അവിടെ ആദ്യം ഒരു സസ്യമുണ്ട്, അതിനെ പുഴു തിന്നുന്നു, പുഴുവിനെ കോഴി തിന്നുന്നു, കോഴിയെ കുറുക്കൻ തിന്നുന്നു, കുറുക്കനെ കഴുകൻ തിന്നുന്നു. ഇവിടെ ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് വെബിനകത്തെ ഒരൊറ്റ ശ്രേണിയിലുള്ള ബന്ധത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഫുഡ് ചെയിൻ എന്ന് വിളിക്കാം. ഫുഡ് ചെയിൻ, ആഹാര ശൃംഖല എന്ന് വിളിക്കാം. സസ്യങ്ങൾ, പുൽച്ചാടി, തവള, കൊക്കെന്ന് മാത്രം ആ ഒരു ഓർഡർ പറയുവാണെങ്കിൽ അത് ഫുഡ് ചെയിനാണ്. ഫുഡ് വെബ് എന്ന് പറയുന്നത് എല്ലാം കൂടി ചേരുന്ന സാധനത്തെ ഫുഡ് വെബായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആഹാര ശൃംഖല ജാലം, അതുപോലെ ആഹാര ശൃംഖല, ഫുഡ് വെബും ഫുഡ് ചെയിനും പറഞ്ഞു. ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിൽ അത് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ എഴുതാനായിട്ട് പറ്റും. എന്തെങ്കിലും വന്നാൽ പോലും ആൻസർ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം നോക്കാം. എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? സസ്യം, ഉരകം, സസ്തനി, ഉഭയജീവി. ആഹാര ശൃംഖല എന്താണെന്ന് മനസ്സിലായല്ലോ. ആഹാര ശൃംഖല എന്താണെന്ന് മനസ്സിലായല്ലേ ഈ ചോദ്യം കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ എക്സ്ട്രാ റീഡിങ്ങിനുള്ള കണ്ടന്റ് ഞാൻ അവിടെ തന്നത്. ആഹാര ശൃംഖലയിലെ ഏത് ആഹാര ശൃംഖല എടുത്തു നോക്കിയാലും അത് തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ആരാണ്? സസ്യമാണ്, സസ്യങ്ങളാണ്. നിങ്ങൾ നോക്കിയേ, ഇവിടെ എല്ലാം സസ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സസ്യത്തിൽ നിന്ന് പുൽച്ചാടിയോ അല്ലെ പുഴുവോ ഒക്കെ തിന്നുന്നു. പുൽച്ചാടിനെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ കഴുകൻ തിന്നുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും പുല്ല്, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. കണ്ടോ? പുല്ല് അണ്ണാനോ അല്ലെ പൂച്ചേനെ കഴുകൻ. അങ്ങനെ പല രീതിയിൽ ഇത് കണക്റ്റഡ് ആണ്. ഈ പറയുന്ന വെബ്, അതിനകത്ത് ഫുഡ് ചെയിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതും ആയിക്കോട്ടെ, തുടങ്ങുന്ന എവിടുന്ന? സസ്യങ്ങളിൽ നിന്നാണ്. അത് ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വളരെ ജനറൽ ആയിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റാണ്, അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആഹാര നിർമ്മാണമാണ്. സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് സൂര്യപ്രകാശം, ഓക്സിജൻ, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. നിങ്ങൾക്കറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അറിയാത്തവർ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നോക്കൂ, സൂര്യപ്രകാശം വന്ന് വീഴുന്നു, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടക്കുകയും അവിടെ നിന്ന് പുറത്തേക്ക് ഓക്സിജനെ വിടുന്നുണ്ട്, അല്ലേ? ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അത് ആഹാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ കൂടിയ കാര്യങ്ങൾ നമ്മൾ വലിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ബേസിക്സ് തൊട്ട് അറിഞ്ഞ്, ബേസിക് കണ്ടന്റ് തൊട്ട് അറിഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ അടിത്തറ ശക്തമാവുകയും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് 5ാം ക്ലാസ്സിന് ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ ഉയരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഓർഡറിൽ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ചാക്രിക പ്രക്രിയ അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം ഒക്കെ പറയുന്ന പോലെ, നമ്മുടെ ബ്രൂണർ പറഞ്ഞിട്ടുള്ള പോലെ ചെറുതാക്കി പിന്നെ വലുതാക്കി കൊണ്ടുവരാൻ നമ്മുടെ പഠനത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഓക്സിജൻ ആണ് അവിടെ ബന്ധമില്ലാത്തത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശവും ഒക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വരികയാണ്. ഈ പ്രോസസ്സ് കഴിയുമ്പോൾ പുറത്തേക്കാണ് ഓക്സിജൻ വരുന്നതെന്ന് കാണാൻ പറ്റും. ആ ചാപ്റ്ററിൽ നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇലകളിലെ വർണ്ണകം ഏത്? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ വർണ്ണകങ്ങളിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരെക്കുറിച്ച് എല്ലാം പഠിച്ചു വെക്കണം. വലിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് താനും. അവിടെ ഹരിതകമാണോ, സാന്തോഫിലാണോ, കരോട്ടിനാണോ, ആന്തോസയാനിനാണോ? സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇലകളിലെ വർണ്ണകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഹരിതകമാണ് എന്ന് നിങ്ങൾക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആഹാരം നിർമ്മിക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിക്കുന്നു, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജവും ഉപയോഗിക്കുന്നു. ഇതല്ലേ ആദ്യത്തെ ചോദ്യത്തിൻ്റെ കണ്ടന്റ്. അതിനാൽ ഈ പ്രവർത്തനത്തെ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കുന്നു. ഇലകളിലെ ഹരിതകമരം അഥവാ ക്ലോറോഫിൽ, ഹരിതകത്തിൻ്റെ ഇംഗ്ലീഷ് ക്ലോറോഫിൽ, ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ ഫലമായിട്ടുണ്ടാകുന്ന ആളാണ് ഓക്സിജൻ. ഈ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്
ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതകവും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജവും പ്രകാശ സംശ്ലേഷണവും എല്ലാം ചോദ്യമായിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ വരാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് കാര്യം നന്നായി മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഹയർ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും വേണ്ടി വരും. അടുത്ത ചോദ്യം നോക്കൂ. അപ്പോൾ വർണ്ണകങ്ങൾ ഹരിതകത്തെക്കുറിച്ചൊരു ചോദ്യമൊക്കെ ചോദിച്ചാൽ ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ അവിടെ ഒന്ന് ഡെപ്തിലേക്ക് പോകണം. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ചേരുംപടി ചേർക്കുക. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, ആന്തോസയാനിൻ, കരോട്ടിൻ, സാന്തോഫിൽ. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ വർണ്ണകങ്ങളാ. ഇപ്പോൾ സസ്യങ്ങളിൽ തന്നെ ചില ഇലകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കളർ വരും അല്ലേ? അതിൻ്റെയൊക്കെ കാരണക്കാരാരാണ് എന്നുള്ളതിനെക്കുറിച്ച് 5ാം ക്ലാസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചു വയ്ക്കുന്നുണ്ട്. പിന്നീട് മുകളിലോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓർഡറിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക. ചുവപ്പിന് ആരാണ് കാര്യം, ഓറഞ്ചിന് ആരാണ്, മഞ്ഞയ്ക്ക് ആരാണ്. വായിച്ച് നോക്കുക, കണ്ടുപിടിക്കുക. വേണമെന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ പഠനം കുറവാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് നന്നായി പഠിക്കാൻ നിങ്ങൾ തുടങ്ങണം. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ആ ചാപ്റ്റർ ഒന്ന് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് സമഗ്ര സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് കിട്ടുമല്ലോ, എടുത്തൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ സെറ്റാണ്. ഇതുപോലെ മൊത്തം ക്ലാസ് നിങ്ങൾക്ക് എൻ്റെ ആപ്പിൽ വരും കാലങ്ങളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് മുമ്പ് അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് നോക്കൂ. 1A, 2B, 3C എന്നുള്ളതാണ്. അതായത് അവിടെ നേരെ ആയിരുന്നു. ചുവപ്പിന് ആന്തോസയാനിൻ, ഓറഞ്ചിന് കരോട്ടിൻ, ദെൻ മഞ്ഞയ്ക്ക് സാന്തോഫിൽ. മറക്കണ്ട, ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിലേത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇലകൾക്ക് ഈ കളറുകൾ കാണുന്നത് അല്ലെങ്കിൽ സസ്യഭാഗങ്ങൾക്ക് ഈ കളറുകൾ കാണുന്നതിൻ്റെ കാരണക്കാരാരാണ് എന്നുള്ളത്, ആ ഏത് വർണ്ണകമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ നോക്കി, സഹായക വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഈ അവൈലബിൾ ആകുന്ന എക്സ്ട്രാ കാര്യങ്ങളാണ്. അതൊന്ന് വായിച്ചിരിക്കുക. അവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളാണ് വർണ്ണകങ്ങൾ. പ്രകാശത്തിലെ ചില നിറങ്ങളെ ആഗിരണം ചെയ്യുകയും ചിലവയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് മൂലമാണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത്. 3 കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. അതായത് ഹരിതകം കൂടാതെ ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ, അതേപോലെ ഫ്ലവനോയിഡുകൾ. ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, ഫ്ലവനോയിഡുകൾ എന്നിവയാണ് ഈ 3 പേരായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലെ കരോട്ടിനോയിഡുകളിൽ പെടുന്ന ആൾക്കാരാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ നോക്കിയേ, പച്ച നിറത്തിന് കാരണമായത് ഹരിതകങ്ങളാണ്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾക്ക് കാരണമാണ് കരോട്ടിനോയിഡുകളാണ്. ചില കരോട്ടിനോയിഡുകളാണ് അതിൽ ഈ കൊടുത്തിരിക്കുന്നവരൊക്കെ. അപ്പോൾ കരോട്ടിനോയിഡുകളാണ്. വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കരോട്ടിനോയിഡുകളിൽ വരുന്നവരാണ് ഈ ആൾക്കാരെല്ലാം, ഓരോ നിറങ്ങൾക്ക് കാരണമായിട്ടുള്ള ആൾക്കാർ. ചുവപ്പ്, മഞ്ഞ, നീല നിറങ്ങൾക്ക് കാരണമായ ചില ഫ്ലവനോയിഡുകളും ഉണ്ട്. ചിലർ ഫ്ലവനോയിഡ് എന്ന് പറയുന്ന രീതിയിലും വരുന്നുണ്ട് എന്നൊന്ന് ഓർത്തിരിക്കുക. സസ്യഭാഗങ്ങളുടെ മറ്റ് നിറങ്ങൾക്ക് കാരണം ഇവയുടെ വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലാണ്. ഇവർ മിക്സ് ചെയ്ത് പല അളവിൽ വരുന്നതുകൊണ്ടാണ് വേറെ വ്യത്യസ്ത കളറുകൾ കാണുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സ്ലൈഡിൽ തന്നെ നിങ്ങൾ ഓരോന്നിനും കളറിന് കാരണമായ ആൾക്കാർ, ചുവപ്പിന് ആന്തോസയാനിൻ, ഓറഞ്ചിന് കരോട്ടിൻ, മഞ്ഞയ്ക്ക് സാന്തോഫിൽ, ഇത് ഓർത്തിരിക്കണം. അതുപോലെ ഹരിതകങ്ങൾ കൂടാതെ കരോട്ടിനോയിഡുകളിൽ പെടുന്ന ആൾക്കാരാണ് ഇവരെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഫ്ലവനോയിഡുകളൊക്കെ ഉണ്ട്, നിറങ്ങൾ കൊടുക്കുന്ന വർണ്ണകങ്ങളിൽ വരുന്ന ആൾക്കാരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ, മുമ്പോട്ട് പോകുന്ന ക്ലാസ്സുകളിലെ ചാപ്റ്ററുകളിലേക്ക് ചെല്ലുമ്പോൾ വിശദമായിട്ട് നമുക്കവിടെ ഇവയെക്കുറിച്ച് പഠിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ നോട്ട് എഴുതി വെച്ച് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് മുമ്പോട്ട് പോവുക. ഈ മെത്തേഡിൽ മൊത്തം ചാപ്റ്ററുകളും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സയൻസിന് ഇതിനപ്പുറത്തേക്ക് ഒന്നും വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ LPUP പോലുള്ള എക്സാമിനകത്ത് ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ സയൻസ് ഭാഗത്തു നിന്നാണ് വരുന്നത്. സയൻസ് പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും അതിനകത്ത് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മറ്റ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ സയൻസ് ബാക്ക്ഗ്രൗണ്ട് തിരിച്ചു പിടിക്കാനുള്ള സമയമാണിത്. ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ കണ്ടന്റും പഠിക്കണം, ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോകണം. അതിനാണ് LPUP മിഷൻ 3.0 നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമേത്? ജനറൽ ക്വസ്റ്റ്യനാണ്. പണ്ട് PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, മീഥൈലാണോ, ഹൈഡ്രജൻ ആണോ? ആരാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത്? ഒരു സംശയവും വേണ്ട, നൈട്രജൻ ആണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ അറിയാവുന്നവർക്ക് ഇപ്പോൾ മനസ്സിൽ വന്നു കാണും, എത്ര പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ടെന്നുള്ളതൊക്കെ. അത് അളവടക്കം നമുക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം 5ാം ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലെ കണ്ടന്റ് മതി, ഹയറിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു പടം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്.
ഇത് ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. രണ്ടാം സ്ഥാനത്ത് ആരാന്ന് നോക്കിയേ, രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ ആണ്. ഇതിന്റെ അളവ് പഠിക്കാനുണ്ട് കേട്ടോ, പിന്നീട് നമുക്കത് പഠിക്കാം. മൂന്നാം സ്ഥാനത്ത് ആർഗൺ ഉണ്ട്, പിന്നീടാണ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നീടാണ് മറ്റുള്ളവർ വരുന്നത്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ പടം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നൈട്രജൻ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ രണ്ടാമത് വരുന്ന ഓക്സിജൻ ആണെന്നും അടുത്ത ആർഗൺ ആണെന്നും ഒക്കെ ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്ന ഇലകളിലെ സുഷിരങ്ങൾ ഏത്? സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ, ഹൈഡത്തോട്, ബാർക്ക്, ഇവയൊന്നുമല്ല. ആരാണ് ശരിയായിട്ടുള്ള ആൻസർ? തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റൊമാറ്റയാണ്. ശരിക്കും ഇതാ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ, ഞാനിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന സാധനമാണ് സ്റ്റൊമാറ്റോ. ഇലകളിലെ സ്റ്റൊമാറ്റോ ആണ് കേട്ടോ, ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റോ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്ന ഇലകളിലെ സുഷിരങ്ങൾ ഏത് എന്നുള്ളതായിരുന്നു. അത് സ്റ്റൊമാറ്റോ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം സ്റ്റൊമാറ്റ. സഹായ വിവരങ്ങളിലേക്ക് വരുമ്പോൾ, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലേക്ക് വരുമ്പോൾ, അവിടെ ഇലകളിലെ സ്റ്റൊമാറ്റയിലൂടെ മാത്രമല്ല സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് കാണ്ഡങ്ങളിലെ ലെൻഡി സെല്ലുകളിലൂടെയും. അപ്പോൾ കാണ്ഡങ്ങളിൽ ഏത് സെല്ലിലൂടെയാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വാതകവിനിമയം നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ടേം ഓർത്തിരിക്കുക. ലെൻഡി സെല്ലുകൾ, കാണ്ഡങ്ങളിൽ ലെൻഡി സെല്ലുകളിലൂടെയും കൂടാതെ വേരുകളിലൂടെയൊക്കെ വാതകവിനിമയം നടക്കുന്നുണ്ട്. ചീമക്കൊന്നയിലെ കാണ്ഡത്തിലെ സുഷിരങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് കാണാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുന്നതൊക്കെ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ. ഇവിടെ ലെൻഡി സെല്ലുകൾ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കാം. ടെക്സ്റ്റ് ബുക്കിലില്ല, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലാണുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും കണ്ടന്റ് ചാപ്റ്ററിനകത്ത് നിന്ന് കിട്ടും, നമ്മുടെ എക്സ്ട്രാ കണ്ടന്റ് നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിനകത്ത് നിന്ന് കിട്ടും. അതിനപ്പുറം എന്ത് ചോദ്യം ചോദിക്കാനാ? ഉറപ്പായി നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള ഏറ്റവും മികച്ച കണ്ടന്റാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണ പരാതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? പൂർണ്ണ പരാതങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇനി വരുന്നത്. പൂർണ്ണ പരാതങ്ങൾക്ക് ഉദാഹരണം മരവാഴയാണോ, മൂടില്ലാത്താളയാണോ, ഇത്തിൽക്കണ്ണിയാണോ, മാവാണോ? അപ്പോൾ ഒരു സസ്യം മറ്റൊരു സസ്യത്തെ എങ്ങനെയാണ് ആശ്രയിക്കുന്നത് എന്നതിനനുസരിച്ച് മൂന്നായിട്ട് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ പൂർണ്ണ പരാതങ്ങളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മൂടില്ലാത്താളിയാണ്. ആരാണ് മൂടില്ലാത്താളി? ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് മൂടില്ലാത്താളിക്കുള്ളത്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും കണ്ടോ. ആതിഥേയ സസ്യം, അതായത് ഏതിലാണോ പറ്റി പിടിച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഇതിൻ്റെ വേരുകൾ ഇറക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോഷക ഘടകങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ് ആ വേരുകളിലൂടെ. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓർത്തിരുന്നോട്ടോ, ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ പൂർണ്ണ പരാതങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും മറ്റേ ആതിഥേയ സസ്യത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്നു. ഇവർ സ്വന്തമായിട്ട് ഫുഡൊന്നും പാകം ചെയ്തില്ല, അതിനകത്ത് തന്നെ വലിച്ചെടുക്കുകയാണ്. അങ്ങനെയുള്ളതിന് ക്ലാസിക് എക്സാമ്പിളാണ് മൂടില്ലാത്താളി എന്നുള്ള ഓർത്തിരിക്കുക. ഇനി വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്. ഇപ്പം മൂടില്ലാത്താളി എന്ന് പറഞ്ഞാൽ വാസത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല, അവിടുന്ന് മൊത്തം ഊറ്റാൻ വേണ്ടിയിട്ട് കൂടി പോയിരിക്കുന്ന. പക്ഷേ ചില ആൾക്കാരുണ്ട് വളരെ ഡീസൻ്റ് ആണ്, എനിക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം തന്നാൽ മതി എന്നുള്ള രീതി മാത്രം വന്നിട്ട് വേറെ ശല്യമൊന്നും ചെയ്യത്തില്ല, വേറെ അയാളെ ശല്യം ചെയ്യുന്നൊന്നുമില്ല, സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചോളും. അങ്ങനെയുള്ള ആൾക്കാർ അർദ്ധപരാതങ്ങളാണോ, പൂർണ്ണപരാതങ്ങളാണോ, എപ്പിഫൈറ്റുകളാണോ? ഇവയൊന്നുമല്ല. ആരാണ്? അവരുടെ പേര് എപ്പിഫൈറ്റുകൾ എന്നാണ്. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം മരവാഴ എപ്പിഫൈറ്റിന് എക്സാമ്പിളാണ്. ഈ മരവാഴയിൽ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകളും എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓർക്കിഡുകളും എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ സ്വന്തമായിട്ട് അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയെടുത്തോളും, അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പൊക്കെ വലിച്ചെടുത്ത് അവർ ചെയ്തോളും. പക്ഷേ ഇരിക്കാനൊരു സ്ഥലം വേണം, അതിനായിട്ടൊരു ആതിഥേയ സസ്യത്തെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് അവർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓർക്കിഡുകൾ ഡാഷിന് ഉദാഹരണമാണ്. അർദ്ധപരാതങ്ങൾ, പൂർണ്ണപരാതങ്ങൾ, എപ്പിഫൈറ്റുകൾ ഇവയൊന്നുമല്ല. ഓർക്കിഡുകൾ ആർക്ക് ഉദാഹരണമാണ്? തീർച്ചയായിട്ടും അവർ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓർക്കിഡുകൾ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയം തന്നെയാണ്.
11ാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ കൊടുത്തിട്ടിരിക്കുന്നവയിൽ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം. അർദ്ധപരാതങ്ങൾ, അപ്പോൾ പൂർണ്ണപരാതങ്ങൾ കണ്ടു, എപ്പിഫൈറ്റുകൾ കണ്ടു. ഇനി അർദ്ധപരാതത്തിന് ഉദാഹരണം പാര? മൂടില്ലാത്താളി, ഓർക്കിഡ്, മരവാഴ, ഇത്തിൽക്കണ്ണി. തെറ്റിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അർദ്ധപരാഗത്തിന് അവിടെ ഇത്തിൽക്കണ്ണിയാണ് ഉദാഹരണം. ഇത്തിൽക്കണ്ണി കയറി പിടിച്ചാൽ അർത്ഥം അല്ലെ, അർത്ഥപരാഗം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മുടെ ടെക്സ്റ്റിലെ ഫിഗർ തന്നെയാട്ടോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇത്തിൽക്കണ്ണിയൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണിയെ പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാഗങ്ങൾ അഥവാ സെമി പാരസൈറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, പക്ഷേ സാധനമൊക്കെ എവിടെ നിന്ന് വലിച്ചെടുക്കും? ഇരിക്കുന്ന മരത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും. അതുകൊണ്ട് മൂടില്ലാത്താൾ എങ്ങനെയായിരുന്നു? പൂർണ്ണപരാത, അത് കംപ്ലീറ്റ് ആയിട്ട് ഫുഡായിട്ട് തന്നെ വലിച്ചെടുക്കുക, സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ കഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ അർദ്ധപരാതങ്ങളായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ഇത്തിൽക്കണ്ണിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് ഇങ്ങോട്ട് സാധനം വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി താമസിച്ചോളും. അതാണ് പരിപാടി. അപ്പോൾ അവർ അപകടം തന്നെയാണ് അല്ലേ? അപകടം തന്നെ. എപ്പിഫൈറ്റ് ആ പേരൻ്റ് അല്ലെങ്കിൽ ആ ആതിഥേയ സസ്യത്തിന് യാതൊരു ദോഷം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇത്തിൽക്കണ്ണി ആയാലും മറ്റേ നമ്മുടെ മൂടില്ലാത്താളിയൊക്കെ ആയാലും രണ്ടും പ്രശ്നക്കാരാണെന്ന് ഓർത്തിരിക്കാം. അടുത്തത്, ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലെയുള്ള സസ്യങ്ങൾ അറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. എപ്പിഫൈറ്റുകൾ, അർദ്ധപരാതങ്ങൾ, പൂർണ്ണപരാതങ്ങൾ ഇവയൊന്നുമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അവിടെ നമ്മുടെ എക്സ്ട്രാ റീഡിംഗ് മെറ്റീരിയലിന് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ കുറച്ചുകൂടി എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. എപ്പിഫൈറ്റുകൾക്ക് ഓർക്കിഡ് എക്സാമ്പിൾ ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു. അർദ്ധപരാതത്തിനകത്ത് ഇത്തിൽക്കണ്ണി മാത്രമല്ല, ചന്ദനം അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അർദ്ധപരാതം, ചന്ദനം എക്സാമ്പിൾ ആണ്. പൂർണ്ണപരാതങ്ങൾക്ക് മൂടില്ലാത്താളി മാത്രമല്ല, റഫ്ലീഷ്യയും അതിന് എക്സാമ്പിൾ ആണ്. റഫ്ലീഷ്യയും അതിന് എക്സാമ്പിൾ ആണ്. ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും ചോദിക്കില്ല. ഇതുപോലെ ഓരോ ചാപ്റ്ററുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുമ്പോൾ, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ കണ്ടന്റ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്ന് പഠിക്കുമ്പോൾ ആ പഠനം എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തണം. നമ്മളിതൊരു തുടക്കമാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പായും പറയണം. കഴിഞ്ഞ പ്രാവശ്യത്തെ സക്സസ് മീറ്റിൽ, അതായത് എൽ പിയുടെ 1500 ഉദ്യോഗാർത്ഥികൾ വിജയിച്ചതിൻ്റെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട വേദിയിൽ വെച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻട്രി യൂസ് ചെയ്ത കുട്ടികൾ തന്നെ, ഉദ്യോഗാർത്ഥികൾ തന്നെ വന്ന് നേരിട്ട് വന്ന് പറഞ്ഞ സജഷനായിരുന്നു. അവർക്ക് സൈക്കോളജിയുടെ ചോദ്യപ്പെട്ടി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ബാക്കി വിഷയങ്ങളും അത്തരത്തിൽ തരാമോ എന്നുള്ളൊരു രീതിയിൽ അവർ ചോദിച്ചു, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ ഇനി ഞങ്ങളുടെ മുമ്പോട്ടുള്ള എക്സാമുകൾക്ക് അത് യൂസ്ഫുൾ ആകും എന്നവർ പറയുണ്ടായി. അവിടെ നിന്നാണ് HSCയുടെ തിരക്കുകൾ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് SCERT പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 6, 8, 10 ക്ലാസ്സുകളിലെ 2ാം ഭാഗം ടെക്സ്റ്റ് ബുക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊപ്പം തന്നെ ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പുതിയ കണ്ടൻറ്റ് MCQ രൂപത്തിലും അതിനോടനുബന്ധിച്ച് നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലൂടെ അതിൻ്റെ എക്സ്ട്രാ കണ്ടൻറ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഈ ഒരു ചോദ്യപ്പെട്ടി ആരംഭിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്ങനെയെല്ലാം വേണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. യൂട്യൂബിലും ഡെമോ ക്ലാസ്സുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ആപ്പിലായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് വേർഷൻസ് അവൈലബിൾ ആകുക മിഷൻ 3.0യുടെ ഭാഗമായിട്ട്. അപ്പോൾ അടുത്ത LP-UPയിൽ 1ാം റാങ്ക് അടിക്കണം. അതിനുവേണ്ട ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് തരും. അതിനുവേണ്ട എല്ലാ എഫേർട്ടും എൻട്രിയുടെ അധ്യാപകരുടെ കൂട്ടായ്മയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും അതിനൊപ്പം നിൽക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് എൻട്രി കോൺടാക്ട് ചെയ്യുക. വീണ്ടും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. എല്ലാ ആശംസകളും 1ാം റാങ്ക് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നന്ദി.